ദില്ലിയിലെ സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസിന്റെ യാത്രാബത്ത ഇരട്ടിയിലധികം ഉയർത്താൻ നീക്കം. പ്രതിവർഷ തുക 11,31,000 ആക്കാനാണ് തീരുമാനം. പൊതുഭരണ വകുപ്പ് ധനവകുപ്പിന് ശുപാർശ കൈമാറി. ഇന്നലെ നടന്ന സബ്ജക്ട് കമ്മിറ്റി യോഗത്തിലാണ് കെ.വി. തോമസിന്റെ ടിഎ കൂട്ടണമെന്ന ആവശ്യം ഉയർന്നത്. റഹീസ് റഷീദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, PSC ചെയർമാന്റെയും PSC അംഗങ്ങളുടെയും ശമ്പളം ഏകദേശം 4 ലക്ഷത്തിലേക്ക് ഉയർത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇരട്ടിയിലധികമായി വർദ്ധിപ്പിക്കാൻ കെ.വി. തോമസിന്റെ യാത്രാബത്തയുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നത്. 11.5 ലക്ഷം രൂപയോടടുപ്പിച്ചു വരും യാത്രാബത്ത ഇനി കെ.വി. തോമസിന്. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ ഈ നീട്ടുന്നതിന്റെ ലോജിക്ക് എന്താണ്? എന്ന് മാത്രമല്ല അരുൺ, ഇന്നത്തെ ഈ ദിവസം നമ്മൾ പറയുമ്പോൾ ആശാവർക്കർമാരുടെ സമരം, സർക്കാർ കൊടുക്കുന്ന ഓണറോറിയം 7,000 രൂപയാണ്. അത് കൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് 11ാമത്തെ ദിവസം രാപ്പകൽ സമരത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാവർക്കർമാരിയ്ക്കുന്നു. ആ സമയത്താണ്, അവരുടെ സമരം 10ാം ദിവസമായ സമയത്താണ് PSCക്ക് പണം കൂട്ടിയത്, PSCയിലെ അംഗങ്ങളുടെയും ചെയർമാൻ്റെയും ഒക്കെ. അതിന് പിന്നാലെ കേരളത്തിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസിൻ്റെ യാത്രാബത്ത ഇരട്ടിയിലധികം കൂട്ടാനുള്ള ഒരു ശുപാർശ പൊതുഭരണ വകുപ്പ് ധനകാര്യ വകുപ്പിന് ഇന്നലെ കൈമാറിയിട്ടുണ്ട്. നിലവിൽ 5 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ യാത്രാബത്ത ഉള്ളത്. 2023 ജനുവരി മുതൽ അദ്ദേഹത്തിന് നിയമനം വന്നത് മുതൽ 5 ലക്ഷം രൂപ തന്നെയാണ് യാത്രാബത്ത. കഴിഞ്ഞ വർഷം ഈ 5 ലക്ഷം രൂപയിൽ 4,98,000 സംതിങ് രൂപ അദ്ദേഹം ചിലവഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഏറ്റവും അവസാന വർഷം, അതായത് 2024 അദ്ദേഹത്തിന് 6,31,000 രൂപയാണ് യാത്രാബത്ത ഇനത്തിൽ ചിലവായത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യാത്രാബത്ത 5 ലക്ഷത്തിൽ നിന്ന് 11,31,000 രൂപയായിട്ട് ഉയർത്തണമെന്നാണ് പൊതുഭരണ വകുപ്പ് ധനകാര്യ വകുപ്പിന് കൊടുത്തിരിക്കുന്ന ശുപാർശ. സാധാരണഗതിയിൽ സബ്ജക്റ്റ് കമ്മിറ്റിയിൽ വന്ന് പൊതുഭരണ വകുപ്പ് ധനകാര്യ വകുപ്പിലേക്ക് ഒരു ശുപാർശ കൊടുത്താൽ അതിലേതെങ്കിലും തരത്തിൽ അതിൻ്റെ പണത്തിൻ്റെ അളവ് കുറയ്ക്കാനോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാനോ ഉള്ള സാധ്യതയില്ല. അത് നൽകാൻ തന്നെയാണ് തീരുമാനം. അതിനി നൽകി ഉത്തരവായി ഇറങ്ങേണ്ടത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ വെറും നടപടിക്രമങ്ങൾ മാത്രമാണ്. 5 ലക്ഷത്തിൽ നിന്ന് 11,31,000 രൂപയിലേക്ക് കെ.വി. തോമസിൻ്റെ യാത്രാബത്ത ഉയരാൻ പോകുന്നു. അടുത്ത ദിവസം തന്നെ ഉത്തരവിറങ്ങും എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ കെ.വി. തോമസിനും കോളടിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. 5.5 ലക്ഷത്തിൽ നിന്ന് 11 ലക്ഷത്തിലേക്ക് യാത്രാബത്ത ടിഎ മാറുകയാണ്. മാറിയ സാഹചര്യത്തിൽ, മാറിയ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നൊക്കെ വിശദീകരണം വന്നേക്കാം. പാവം അംഗൻവാടി ടീച്ചർമാർക്ക് 7,000 രൂപ എന്നുള്ളത് ഒരു 12,000 രൂപയെങ്കിലും ആക്കി കൊടുക്കാൻ പറ്റൂ എന്നവർ ചോദിക്കുന്നുണ്ട്. 21,000 ആവശ്യപ്പെടുന്നതെങ്കിലും അവർക്ക് കാര്യമായിട്ട് ശമ്പളം വർദ്ധിച്ചിട്ടുമില്ല.